ഇദ്ദേഹം ക്ഷുഭിതനായിട്ട് നിൽക്കുന്ന ഒരു മുഖം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കേരളത്തിലെ ചില മാധ്യമങ്ങൾക്ക് താല്പര്യമായിട്ടുള്ളത്. അത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തെ ടാർഗറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ പിണറായി വിജയൻ എന്ന വ്യക്തിയെയും കൂടി ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളതിന്റെ തെളിവാണത്. പിണറായി വിജയൻ എന്താണ് എന്നുള്ളത് മാധ്യമ പ്രവർത്തകർക്ക് കൃത്യമായ ധാരണയുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു ധാരണ ഉള്ളപ്പോൾ പിന്നെ എന്തിനാ അദ്ദേഹത്തിന്റെ പുറകെ പോയി ചോദ്യങ്ങൾ ചോദിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടൊരു ചോദ്യം. ഈ സർക്കാരിന് വന്നിട്ടുള്ള ഗുരുതരമായ വീഴ്ചകളെ കുറിച്ച് അദ്ദേഹം എണ്ണിപ്പറഞ്ഞപ്പോൾ അത് കേരളത്തിലെ പൊതുസമൂഹം കേൾക്കാൻ പാടില്ല എന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ തീരുമാനിച്ചില്ലേ? ഇത് പിണറായി വിജയൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ സ്വാതന്ത്ര്യമല്ലേ? അദ്ദേഹത്തിന്റെ ഒരു പാർട്ടി കമ്മിറ്റി കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് അദ്ദേഹം പ്രതികരിക്കണോ വേണ്ടയോ എന്ന് അദ്ദേഹമല്ല തീരുമാനിക്കുന്നത്. നമസ്കാരം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വായിൽ നിന്ന് മാധ്യമപ്രവർത്തകർക്ക് മറ്റൊരു മൊഴിമുത്ത് കൂടി ലഭിച്ചിരിക്കുകയാണ്. ഇന്നലെ ഡൽഹിയിൽ വെച്ച് അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകർക്ക് നേരെ ഇങ്ങനെ വടിയും പിടിച്ച് നിൽക്കണ്ട, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറയാം എന്ന് കുറച്ച് ക്ഷുഭിതനായിട്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ആദ്യമായിട്ടല്ല ഇങ്ങനെ മാധ്യമപ്രവർത്തകർക്ക് നേരെ അദ്ദേഹം പറയുന്നത്. പണ്ട് കടക്ക് പുറത്ത് എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും കുറച്ച് പേർക്ക് കിട്ടേണ്ടതാണ് എന്ന് നമുക്കും തോന്നിപ്പോകുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ഈ വിഴിഞ്ഞം വിഷയമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ ഭിന്നതകൾ ഉണ്ടോ എന്നിങ്ങനെ CPM നേതാക്കൾക്കെതിരെ അവരെ കാണുമ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ഒരു പ്രവണത കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട്. അതിൽ പലരും കുറച്ച് ബുദ്ധിപൂർവ്വം പ്രതികരിച്ചവരാണ് KK ശൈലജയും PK ശ്രീമതിയെല്ലാം. പക്ഷേ അതേ ചോദ്യം ഇന്നലെ പിണറായി വിജയൻ്റെ അടുത്ത് ആവർത്തിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു മറുപടി കിട്ടിയത്. പലപ്പോഴും ഈ ഒരു വിഷയത്തിൽ CPM നേതാക്കളെ പ്രകോപിപ്പിക്കാൻ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നൊരു ശ്രമം ഉണ്ടാവുന്നുണ്ടോ? സ്വാഭാവികമായിട്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രായം, ഇത്രയും സമയം കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഇരുന്നിട്ട് പുറത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന ഒരു അസ്വസ്ഥതയുണ്ട്. ഈ അസ്വസ്ഥത പോലും മനസ്സിലാക്കാതെ ഈ മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തിനൊന്നും പറയാനില്ല. കാരണം അവിടെ അങ്ങനെ പ്രതികരിക്കുന്ന ഒരാളുമല്ല ഈ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നമുക്ക് അറിയാം. കാരണം മുൻപ് ഇദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയത്തും മുഖ്യമന്ത്രി ആയിട്ടിരിക്കുന്ന സമയത്തും ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന സമയത്തും വെറുതെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ട് മാധ്യമങ്ങളെ കാണുകയോ പ്രതികരിക്കുകയോ ചെയ്യുന്ന ഒരു വ്യക്തിത്വമല്ല ഇദ്ദേഹത്തിൻ്റെ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനുശേഷവും പിന്നീട് മാധ്യമ പ്രവർത്തകർ ഇദ്ദേഹം ഇറങ്ങി വരുന്ന സമയത്ത്, ക്ഷീണിതനായിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് പിന്നീട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ചോദ്യം ചോദിക്കുന്നതിൽ എന്തർത്ഥമുണ്ട് എന്ന് നമുക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഇപ്പോൾ KK ശൈലജ ടീച്ചറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ PK ശ്രീമതി ടീച്ചറിൻ്റെ അടുത്തോ ചോദിക്കുന്ന പോലെയല്ല. ഇദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് ഇദ്ദേഹത്തിന് കൃത്യമായിട്ടൊരു ക്യാരക്ടർ ഉണ്ട്. അതിനകത്തും KK ശൈലജ ടീച്ചറിനും PK ശ്രീമതി ടീച്ചറിനും ഒന്നും മറ്റേ ക്യാരക്ടർ ഇല്ല എന്നുള്ളതല്ല. അതെങ്കിലും പിണറായി വിജയൻ എന്താണ് എന്നുള്ളത് മാധ്യമ പ്രവർത്തകർക്ക് കൃത്യമായ ധാരണയുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ധാരണ ഉള്ളപ്പോൾ പിന്നെ എന്തിനാ അദ്ദേഹത്തിന്റെ പുറകെ പോയി ചോദ്യങ്ങൾ ചോദിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടൊരു ചോദ്യം. ഇത് കൂടാതെ തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം, അതായത് വയനാട് ദുരന്തത്തിന്റെ സമയത്ത് അവിടെ ഇദ്ദേഹം AKG ഭവനിൽ വെച്ചിട്ട് മാധ്യമ പ്രവർത്തകരെ കാണാൻ വേണ്ടിയിട്ട് പോയിരുന്നു. എത്ര മാധ്യമങ്ങൾ അത് ലൈവായിട്ട് സംപ്രേഷണം ചെയ്തു? അല്ലെങ്കിൽ അതിൽ അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യങ്ങൾ എത്ര കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ്? ഈ സർക്കാരിന് വന്നിട്ടുള്ള ഗുരുതരമായ വീഴ്ചകളെ കുറിച്ച് അദ്ദേഹം എണ്ണിപ്പറഞ്ഞപ്പോൾ അത് കേരളത്തിലെ പൊതുസമൂഹം കേൾക്കാൻ പാടില്ല എന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ തീരുമാനിച്ചില്ലേ? അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ഇത് പിണറായി വിജയൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ സ്വാതന്ത്ര്യമല്ലേ? അദ്ദേഹത്തിന്റെ ഒരു പാർട്ടി കമ്മിറ്റി കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് അദ്ദേഹം പ്രതികരിക്കണോ വേണ്ടയോ എന്ന് അദ്ദേഹമല്ല തീരുമാനിക്കുന്നത്. അദ്ദേഹം പൊളിറ്റ് ബ്യൂറോ മെമ്പറാണ്. പക്ഷെ പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതാരാണ്? അത് വിശദീകരിക്കേണ്ടത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയാണ്. അത് MA ബേബിയാണ് വിശദീകരിക്കേണ്ടത്. കേന്ദ്ര കമ്മിറ്റിയാണ്, അദ്ദേഹമാണ് വിശദീകരിക്കേണ്ടത്. അതിന് പകരം ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവിന് എന്തെങ്കിലും പറയാനുണ്ടോ? അദ്ദേഹത്തിനൊന്നും പറയാനില്ല. അതല്ല, ഇനിയിപ്പോൾ വേറെന്തെങ്കിലും വിഷയത്തെക്കുറിച്ചാണെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം സെപ്പറേറ്റ് പത്രസമ്മേളനം നടത്തില്ലേ, പ്രസ് കോൺഫറൻസ് നടത്തില്ലേ? അപ്പോൾ ആ സമയത്ത് നോക്കിയാൽ പോരെ? ഇതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാധ്യമങ്ങൾക്ക് പിണറായി വിജയന്റെ ക്ഷുഭിതമായിട്ടുള്ള ആ മുഖം ഈ പൊതുസമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കേണ്ടതുണ്ട്. അത് ഒരു ബൂർഷ്വ അജണ്ട എന്ന് തന്നെ പറയേണ്ടി വരും. അല്ലെങ്കിൽ വലതുപക്ഷ മാധ്യമങ്ങളുടെ ഒരു അജണ്ടയായിട്ട് തന്നെ നമ്മൾ കാണേണ്ടി വരും. പിന്നെ CPM-നകത്ത് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ് KK ശൈലജ ടീച്ചർ എന്താണ് പറഞ്ഞത്? ശൈലജ ടീച്ചർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊന്നും അത്ര വലിയ വിവാദമാക്കേണ്ട കാര്യമില്ല എന്നുള്ള ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് ടീച്ചറിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് പിണറായി വിജയനെ കടന്നാക്രമിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആരുടെ ഭാഗത്തുനിന്നും വന്നിട്ടില്ല. EP ജയരാജന്റെ ഭാഗത്തുനിന്ന് പോലും വന്നിട്ടില്ല. പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഇപ്പൊ MV ജയരാജനെ സംബന്ധിച്ച് MV ജയരാജൻ പറഞ്ഞു, തെറ്റിദ്ധരുത്തിയാൽ പോയ ആളുകൾക്ക് തിരികെ വരാൻ അവസരമുണ്ടെന്ന് പറഞ്ഞു. ഇത് അദ്ദേഹം കഴിഞ്ഞ ആഴ്ചയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ നിശിതമായ വിമർശനം ഉണ്ടായി. ആ വിമർശനത്തെ തുടർന്ന് താൻ പറഞ്ഞ തെറ്റായി പോയി എന്ന് അദ്ദേഹം പറയുന്നു. പിന്നീട് EP ജയരാജൻ വന്നിട്ട് എന്താണ് പറയുന്നത്? തെറ്റിതിരുത്തി പാർട്ടിയിലേക്ക് തിരിച്ചു വന്ന ചരിത്രം ഈ പാർട്ടിക്കുണ്ടെന്ന് പറഞ്ഞു. KR ഗൗരിയമ്മയുടെ കാര്യമാണ് ഉദ്ദേശിച്ചത്. KR ഗൗരിയമ്മ തെറ്റിതിരുത്തി തിരിച്ചു വന്നിട്ടില്ലേ? പിന്നെ എനിക്ക് തോന്നുന്നു ഷൊർണൂർ നഗരസഭയുടെ മുൻ അധ്യക്ഷനായിട്ടിരുന്ന മുരളി,
അദ്ദേഹം തെറ്റിദ്ധരുത്തി പാർട്ടിയിലേക്ക് തിരിച്ചു പോയിട്ടില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള തിരിച്ചുപോകലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റുള്ളത്? പാർട്ടിക്കെതിരെയോ അല്ലെങ്കിൽ പിണറായി വിജയനെതിരെയോ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ഇ പി ജയരാജന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ പറഞ്ഞ ശ്രീമതി ടീച്ചറിന്റെ ഭാഗത്തുനിന്നോ ശൈലജ ടീച്ചറിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. അവരോടൊരു ചോദ്യങ്ങൾ ചോദിക്കുന്നു, ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി കൃത്യമായിട്ട് നൽകുന്നു. പിന്നെ ചില മാധ്യമങ്ങൾക്ക് ഉള്ളൊരു ആക്ഷേപം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചാനൽ ചർച്ചകളിൽ അവരുടെ പ്രതിനിധികളെ കിട്ടുന്നില്ല. അത് നേരത്തെ AKG സെന്ററിൽ നിന്നോ അല്ലെങ്കിൽ AKG സെന്ററിൽ നിന്നാണ് ഏകോപിപ്പിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ മാധ്യമ വിഭാഗത്തിന്റെ ചുമതലയുണ്ടായിരുന്ന ഒരാൾ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ഒരാൾ ഇപ്പോഴില്ല. ഇപ്പൊ ആരെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചുകൊണ്ട് AKG സെന്ററിലേക്ക് വിളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നേതൃത്വത്തിന് വിളിക്കുന്ന സമയത്ത് അവരെ നേരിട്ട് കോൺടാക്ട് ചെയ്ത് നോക്കിക്കോളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില കൺഫ്യൂഷൻസ് പാർട്ടിക്കകത്തുണ്ട്. സ്വാഭാവികമായിട്ടും 10 വർഷക്കാലം ഭരണത്തിലിരുന്നൊരു പാർട്ടി പ്രതിപക്ഷ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. DYFIയെയോ അല്ലെങ്കിൽ CPMനെയോ സമരം ചെയ്യാൻ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ കൃത്യമായൊരു പഠനം പാർട്ടിക്കുള്ളിൽ തന്നെ നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ പാർട്ടി പരാജയപ്പെടാനായിട്ടുണ്ടായ കാരണം? ആ കാരണത്തെക്കുറിച്ച് കൃത്യമായ ഒരു പഠനം നടത്തും. ആ പഠനം നടത്തിയതിനു ശേഷം അതുമായി ബന്ധപ്പെട്ടിട്ട് കൃത്യമായിട്ടുള്ള ഒരു വിശകലനം പാർട്ടിക്ക് ഈ പറഞ്ഞ അണികളോട് പറയാറുണ്ട്. അതിനുവേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അത് ഏതൊക്കെയായാലും പാർട്ടിയുടെ വിവിധ തലങ്ങളിലുള്ള കമ്മിറ്റികൾ കൂടിയിട്ടുണ്ട്. വിവിധ തലങ്ങളിൽ നിന്നുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ പ്രതിഷേധങ്ങളെയെല്ലാം വേണ്ട രീതിയിൽ തന്നെ പാർട്ടി വളരെ പക്വതയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യും. എന്താണ് ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു പഠനം വേണ്ടേ? എല്ലാവരും പറയുന്നു മുസ്ലിം മൈനോറിറ്റിയുടെ വോട്ട് ബാങ്ക് UDF അനുകൂലമായിട്ട് മാറിയതാണെന്ന്. മറ്റൊരു വിഭാഗം പറയുന്നു, അതായത് ഭൂരിപക്ഷ സമുദായത്തിലെ ഏതാനും ചില സമുദായം പൂർണ്ണമായിട്ടും BJP അനുകൂല നിലപാട് സ്വീകരിച്ചതാണ് എന്ന് പറയുന്നു. ഇതിലേതാണ് യാഥാർത്ഥ്യം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു സ്ക്രീനിങ് നടത്തിയാൽ മാത്രമല്ലേ പാർട്ടിക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങളും യാത്രകളും ഒക്കെയാണ് പാർട്ടിയുടെ സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും ഒക്കെയുള്ള നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം കൃത്യമായിട്ടുള്ളൊരു പ്രതികരണം അതിൻ്റെ ഓരോ ഘടകങ്ങളിൽ നിന്നും പുറത്തേക്ക് വരും. അപ്പോൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പ്രതിപക്ഷ നേതാവല്ലോ മറുപടി പറയേണ്ടത്. പ്രതിപക്ഷ നേതാവ് മറുപടി പറയേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ അതിൽ കൃത്യമായിട്ട് അദ്ദേഹം മറുപടി പറയുമല്ലോ. വിഴിഞ്ഞം വിഷയത്തിൽ അദ്ദേഹം പത്രസമ്മേളനം നടത്തിയില്ലേ? വയനാട് ഈ പറഞ്ഞ തുരങ്കപാതയ്ക്ക് അടുത്തുണ്ടായ ഒരു ദുരന്തം, ഈ ദുരന്തം ഗുരുതരമായ സർക്കാരിന്റെ വീഴ്ചയാണ് അല്ലെങ്കിൽ PWയുടെ വീഴ്ചയാണ് എന്ന് പറയുന്നതിൽ എന്താണെന്ന് തെറ്റുള്ളത്? അത് പ്രസിദ്ധീകരിക്കാനായിട്ട് എന്തുകൊണ്ടാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ തയ്യാറാവാതിരുന്നത്? അങ്ങനെയുള്ള മാധ്യമങ്ങളെ എന്തിനാണ് ഇദ്ദേഹം കാണുന്നത്? കാരണം എന്നും ഇദ്ദേഹത്തിന്റെ ചിരിക്കുന്ന ഒരു മുഖം കാണിക്കാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾ തയ്യാറല്ല. ഇദ്ദേഹം ക്ഷുഭിതനായിട്ട് നിൽക്കുന്ന ഒരു മുഖം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കേരളത്തിലെ ചില മാധ്യമങ്ങൾക്ക് താല്പര്യമായിട്ടുള്ളത്. അത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തെ ടാർഗറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ പിണറായി വിജയൻ എന്ന വ്യക്തിയെയും കൂടി ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളതിന്റെ തെളിവാണത്. അതല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ വയനാടുണ്ടായ ദുരന്തം അത് മനുഷ്യനിർമ്മിത ദുരന്തമല്ലേ? എന്തെങ്കിലും സംശയമുണ്ടോ? ആ ദുരന്തത്തിന് എതിരെ അതിശക്തമായ പ്രതികരണവുമായിട്ട് പിണറായി വിജയൻ രംഗത്ത് വന്ന സമയത്ത് അത് പ്രസിദ്ധീകരിക്കാത്ത മാധ്യമങ്ങൾക്ക് ഇപ്പോൾ ഈ പാർട്ടി കാര്യങ്ങൾ അത് ഒരു പാർട്ടിയുടെ കാര്യമാണ്. അത് പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി അല്ലെങ്കിൽ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആൾ കൃത്യമായിട്ട് വാർത്താ സമ്മേളനം വിളിച്ച് ആ വാർത്താ സമ്മേളനത്തിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യും. അതിന് പകരമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതിനെ ഇത്രയധികം വളരെ ഒരു ഗുരുതരമായിട്ടുള്ള വിഷയമായിട്ട് അവതരിപ്പിക്കേണ്ട കാര്യമില്ല. എന്താ മുഖ്യമന്ത്രി VD സതീശൻ ക്ഷുഭിതനാവാറില്ലേ? ഡൽഹിയിൽ മുഖ്യമന്ത്രി ചർച്ച നടക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം എത്രയോ ക്ഷുഭിതനായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ പണിയില്ലേന്ന് ചോദിച്ചിട്ടില്ലേ? അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഒരു വലിയ മീറ്റിങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം അസ്വസ്ഥനായിരിക്കും. അതുകൂടാണ്ട് തന്നെ ക്ഷീണിതനായിരിക്കും. ഇതൊക്കെ പരിഗണിക്കാനുള്ള ഒരു സാമാന്യ മര്യാദയാണ് നമ്മുടെ മാധ്യമങ്ങൾ കാണിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.